ഹലോ, ഗുഡ് മോർണിംഗ്. ഉറക്കം എണീറ്റിട്ട് എൻ്റെ ഉറക്കം പോയില്ല കേട്ടോ. ക്ഷീണം തന്നെ ഉണ്ട് മുഖത്ത്. ഞാൻ പിന്നെ രാവിലെ എണീറ്റ് നമ്മൾ കുറച്ച് കഴിഞ്ഞാലും ആ ഉറക്കത്തിൻ്റെ ഹാങ് ഓവർ ഇങ്ങനെ തന്നെ ഇരിക്കും. ഞാൻ എണീറ്റിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കും കേട്ടോ. എന്നിട്ട് ആ ഒരു ഇത് പോയിട്ടാണ് എണീറ്റ് വരുന്നത്. ഇന്ന് പിന്നെ ഞാൻ ലേറ്റ് ആയിപ്പോയതുകൊണ്ട് പെട്ടെന്ന് വന്ന് മുഖം കഴുകി പെട്ടെന്ന് തന്നെ അടുക്കളയിൽ കയറുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉറക്കക്ഷീണം നന്നായിട്ട് മുഖത്തല്ല നമുക്കുണ്ട്. നമുക്കത് ഫീൽ ചെയ്യും. പിന്നെ ഫേസൊക്കെ വാഷ് ചെയ്ത് കുറച്ചൊന്ന് ആക്റ്റീവ് ആകുമ്പോൾ ബോഡി അത് റിയലൈസ് ചെയ്യും. നമ്മൾ ഇപ്പോൾ ഉറങ്ങുകയല്ല, നമ്മൾ ജോലിയിലോട്ട് കയറിയെന്ന്. സത്യമായിട്ട് അങ്ങനെയാണ് കേട്ടോ. ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വന്നുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ വെള്ളം കുടിച്ചില്ല. അപ്പോൾ കുറച്ച് വെള്ളം കുടിക്കുകയാണ്. വെള്ളം കുടിക്കുമ്പം ഒന്ന് മനസ്സും ദേഹവും ശരീരമൊക്കെ ആ ഒരു റിയലൈസ് ചെയ്യും. വെള്ളം കുടിച്ച് നമ്മൾ ആ ഉറക്കമൊക്കെ മാറി ഇപ്പം നമ്മൾ ആക്റ്റീവാണ് എന്നുള്ള ഇത് എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എണീറ്റാൽ ഉടൻ തന്നെ നമുക്ക് ആർക്കും ഭയങ്കര ആക്റ്റീവ് ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ ആക്റ്റീവ് ആവാൻ പറ്റുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളിന്ന് പുട്ടും പയറും പപ്പടമാണ്. സമയമില്ലാത്ത ദിവസം അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. മാവൊക്കെ തീർന്നു. അപ്പം നമ്മൾ പുട്ടും പയറും പപ്പടം ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പയർ നന്നായിട്ട് കഴുകി പയർ വാങ്ങിച്ച് കൊണ്ടുവന്ന് പിന്നെ അത് കഴുകി നമ്മൾ നന്നായിട്ട് കഴുകണം കേട്ടോ. അതിൽ തന്നെ അഴുക്കൊക്കെ കാണും. അപ്പോൾ അതെല്ലാം കഴുകി നമ്മൾ കുറച്ച് വെള്ളത്തിൽ വേവിക്കാൻ വേണ്ടി വയ്ക്കുകയാണ്. ചോറിനും നമ്മുടെ വെള്ളം തിളപ്പിക്കാനുള്ള ഇത് ഞാനങ്ങ് നേരത്തെ തന്നെ അങ്ങ് വച്ച് കേട്ടോ. അപ്പോൾ അത് സൈഡിലായിക്കോളും. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം കൂടി ആക്കാം. അങ്ങനെ ഞാൻ കുറച്ച് കുക്കറിൽ വെള്ളം എടുത്ത് ഉപ്പിട്ടില്ല കേട്ടോ. ഉപ്പിട്ടാൽ നമ്മുടെ ഈ പയറൊക്കെ വേകാൻ വേണ്ടി കുറച്ച് ലേറ്റാവും, അങ്ങനെ നമ്മൾ ഗ്യാസ് ഓണാക്കി പയറിന് വയ്ക്കുകയാണ്. ഇതിപ്പം കുറച്ച് പയർ മതി. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ നമ്മൾ പയറെടുക്കണുള്ളൂ. ഈ കുക്കർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കുഞ്ഞുണ്ടാപ്പിരി കുക്കറാണ്. ഭയങ്കര ഇഷ്ടമാണ്. എടുക്കട്ടെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാൻഡി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കൊച്ചുണ്ടാപ്പിരിയല്ലേ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാനും എല്ലാം ഭയങ്കര എളുപ്പമാണ് കേട്ടോ. പിന്നെ നമ്മളിന്ന് ചിരട്ടയിൽ ഇങ്ങനെ പുട്ടുണ്ടാക്കുകയാണ്. അത് ഭയങ്കര ഈസിയാണ്. എനിക്ക് ഈ പുട്ടുണ്ടാക്കുമ്പോഴേ നമ്മൾ കുട്ടിക്കാലത്ത് കളിക്കണ ഓർമ്മയാണ്. എനിക്ക് ഇത് കളിക്കുമ്പോൾ എടുത്തോളാം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതുകൊണ്ട് ഈ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും ഈ പുട്ട് ഉണ്ടാക്കി തുടങ്ങിയതിന് ശേഷം ഞാൻ ഇങ്ങനെ തന്നെയാണ് പുട്ടുണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഒരു തട്ടിൽ തന്നെ നമ്മൾക്ക് വീട്ടിൽ ആരൊക്കെ കഴിക്കും അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മറ്റേ നമ്മൾ ഒരു തവണ വയ്ക്കണം, പിന്നെ കുത്തി വെളിയിലെടുക്കണം, പിന്നെ നിറയ്ക്കണം, അങ്ങനെയല്ലേ. ഇത് ഭയങ്കര ഈസിയാണ്. അപ്പം ഇത് ഉണ്ടാക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെ ചെയ്ത് നോക്കൂ. അങ്ങനെ ഞാൻ എല്ലാം നിറച്ച് വയ്ക്കുന്നില്ല. നമ്മുടെ ആവശ്യത്തിന് മാത്രമേ കുക്ക് ചെയ്യാനുള്ളൂ. എനിക്കിങ്ങനെ ഫുഡ് ഉണ്ടാക്കി കളയുക എന്നുള്ളത് ഭയങ്കര സങ്കടകരമായ കാര്യമാണ് കേട്ടോ. എനിക്കത് ഇഷ്ടമായിരുന്നു. നമ്മൾ എത്രയോ പേരാണ് നമ്മുടെ ഇവിടെ ഫുഡിന് വേണ്ടി നമുക്കൊരു ദിവസം ഒരു നേരം കിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് എനിക്ക് പണ്ടേ എൻ്റെ അമ്മയൊക്കെ അങ്ങനെയാണ്. ഫുഡ് അങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയില്ല. കഴിവതും കളയാൻ അങ്ങനെ ചില സമയത്ത് അങ്ങനെ വല്ലതും വന്നാലേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ പയർ നന്നായിട്ട് വെന്തു. പിന്നെ ഞാനൊരു കുഞ്ഞ് പാനിൽ ഒരു ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് വറുക്കാൻ പപ്പടം പൊരിച്ച് വെച്ചു കേട്ടോ. എന്നിട്ട് ഈ വെള്ളം ഫുള്ള് ഊറ്റിക്കളഞ്ഞ് അതിൽ തന്നെ നമ്മൾ ഈ കടുക് വറുത്തതിട്ടു. എന്നിട്ട് ഒരല്പം തേങ്ങ ഇടുന്നുണ്ട്. തേങ്ങ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് കിണ്ടി നമ്മൾ യോജിപ്പിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ തേങ്ങ വേവിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കിണ്ടി എടുത്താൽ മതി കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. കടുക് വറുത്തെടുത്തു. അപ്പോൾ നമ്മുടെ പയർ പെട്ടെന്ന് തന്നെ റെഡിയായി, പുട്ടും റെഡിയായി കേട്ടോ. അപ്പം മാവ് എണീറ്റ് വന്ന് പിന്നെ ഞാൻ ആൾക്ക് പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ഈ പൊന്നു ഇല്ലേ ഈ ഇങ്ങനെ വെച്ച് അവന് മേളിൽ പല്ല് തേക്കുമ്പോൾ കിക്കിളിയാവും കേട്ടോ. അപ്പം ഭയങ്കര ചിരിയാണ്. അങ്ങനെ ഞാൻ ഒരുവിധം പല്ലൊക്കെ തേച്ച് ചൂടുവെള്ളം തണുത്തതാണ് ഒപ്പിക്കാൻ കൊടുക്കണത് എന്നും കരുതി. ഇവനാണെങ്കിൽ നമ്മളെങ്ങനെ നോക്കിയാലും പൈപ്പിൽ നിന്നൊക്കെ വെള്ളം എടുത്ത് കഴിക്കും ഗൈസ്. അതാണ് എൻ്റെ ഒരു സങ്കടം. ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഓടിപ്പോയി ഒരു കുഞ്ഞ് കയ്യിൽ കുറച്ച് വെള്ളം എടുത്തങ്ങ് കുടിക്കും. പിന്നെ ഞാനും അവനും കൂടി ഞാൻ ചായ കുടിക്കും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനോട് ചായ കുടിച്ച് പുട്ടും കൂടി എടുത്ത് ഞാനും അവനും കൂടി കഴിച്ചു. പിന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നേ. അമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. ഒരു 11 മണിയൊക്കെ ആയി വന്നപ്പോൾ അങ്ങനെ ഞാൻ വെള്ളരിക്ക അരിഞ്ഞ്
നമ്മൾ കഴിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു വെള്ളരിക്കയുടെ തരിയാണ്. ഇതിപ്പോൾ ചായ കുടിക്കണ എന്നാണെങ്കിലും എൻ്റെ ദേഹത്തൂടെ ചായ വീഴും. അങ്ങനെ വീണ്ടും ഡ്രസ്സ് മാറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രം കഴുകുമ്പോൾ വെള്ളമൊക്കെ വീണ് ഡ്രസ്സൊക്കെ നനയും. മിക്കവാറും ഒരു ദിവസം ഒരു വൈകുന്നേരത്തിന് മുള്ളിൽ തന്നെ 2 ഡ്രസ്സ് ഞാൻ മിക്കവാറും മാറ്റേണ്ടി വരും കേട്ടോ. വെള്ളമോ ചായയോ എന്തെങ്കിലും വീഴും. പിന്നെ ഞാൻ ടേബിളൊക്കെ തുടച്ച് അമ്മയടുത്ത് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നേ. പിന്നെ മോന് വൈറ്റമിൻ്റെ മരുന്ന് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും കൂടി പോകാം എന്നുള്ള ഇതിലാണ് അമ്മയെ വിളിച്ച് വരുത്തിയത്. പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ല, വേറൊരു കാര്യം കൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ അമ്മയും ഞാൻ ഇതിന് മുന്നേ എടുക്കാൻ പോയപ്പോഴും അമ്മയാണ് കൂടെ വന്നത്. അമ്മയും ഞാനും മോനും കൂടിയാണ് പോയത് കേട്ടോ. വാവയും കൂടി കൊണ്ട് ഞങ്ങൾ ഓട്ടോ പിടിച്ച് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സമയമൊക്കെ ആകുമ്പം ഹസ്ബൻഡ് ജോലിക്ക് പോകും, പിന്നെ ആരും കാണില്ല പോകാനേ ഒത്ത്. അപ്പം ഞങ്ങൾ 2 കൂടിയാണ് പോകണം. അപ്പം ഇനി നടന്നില്ല കാര്യം. അതുകൊണ്ട് അമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, വെറുതെ വന്നു കാര്യം നടന്നില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പം അടുത്ത ആഴ്ചയിൽ കൊണ്ടുപോകണം ആളെ. അങ്ങനെ ടേബിളൊക്കെ തുടച്ച് പിന്നെ നമ്മൾ പായസം വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു കേട്ടോ, നമ്മളല്ല ഞാൻ എന്ന് വെച്ചാൽ മോൻ്റെ ബർത്ത്ഡേ അന്ന് വയ്ക്കാമെന്നും പറഞ്ഞിട്ട് നമ്മൾ വെർമസലി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ വയ്ക്കാൻ പറ്റില്ല, കാരണം അമ്മ അന്ന് വന്നപ്പോൾ അടപ്പായസം വെച്ചു. പിന്നെ അമ്മ അമ്പലത്തിൽ മോൻ്റെ പേരിൽ ഇങ്ങനെ പാൽപ്പായസത്തിന് കൊടുത്ത് അങ്ങനെ കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ പിന്നെ പാൽപ്പായസം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് തന്നെ വീണ്ടും വയ്ക്കാണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെച്ചില്ല. അപ്പോൾ ആ പാൽപ്പായസത്തിൻ്റെ കൂട്ടെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അമ്മയുള്ളതുകൊണ്ട് അമ്മ അവനെ നോക്കിക്കോളും, ഇല്ലെങ്കിൽ നമുക്ക് ഇതിൽ നമ്മൾ നോക്കി കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ആരെങ്കിലും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വയ്ക്കാമല്ലോ. അങ്ങനെ ഞാൻ ഇന്ന് വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പായസം റെഡിയാക്കാൻ അപ്പോൾ ആൾ വന്നിട്ട് മോന് വന്നിട്ട് മോനൂട്ടിനെ കിണ്ടണം അമ്മ എനിക്ക് റെഡിയാക്കണം എന്ന് പറഞ്ഞ് കയറി നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ അമ്മ വിളിച്ചുകൊണ്ട് പോയി ചോറ് കൊടുക്കാൻ വേണ്ടി. കഴിച്ചൊന്നുമില്ല, പിന്നെ ഞാൻ കുറച്ച് കഴിച്ചോളൂ, പിന്നെ ഞാനാണ് ബാക്കി കൊടുത്തത് കേട്ടോ. അങ്ങനെ നമ്മൾ വെർമസലി എല്ലാം ഒന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്ത് പാൽ തിളപ്പിച്ച് അതൊഴിച്ച് എന്നിട്ട് നമ്മൾ കുറച്ചായിട്ട് പാൽ ആഡ് ചെയ്യാണ് ചെയ്തത് കേട്ടോ. പെട്ടെന്ന് എടുത്ത് ഒഴിക്കുമ്പോൾ അത് നമ്മുടെ ദേഹത്തോടെ ഇങ്ങനെ പൊങ്ങും കേട്ടോ. അതുകൊണ്ട് ഞാൻ പതുക്കെ എനിക്കിതിന് മുന്നേ കുറേ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ആഡ് ചെയ്യണുണ്ട്. ഷുഗർ ഞാൻ ഇത്രയും മാത്രമല്ല കേട്ടോ, വീണ്ടും ചേർക്കണുണ്ട്. തൽക്കാലം ആദ്യം കുറച്ച് ചേർത്ത് എന്ത് നമ്മളിത് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ചോറുണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഒരു 2 മണിയൊക്കെ ആയി. അങ്ങനെ ഊണെടുത്ത് കൊണ്ടുപോവാണ്. ചോറും മീനും തോരനുമാണ് ഇന്ന് റെഡിയാക്കിയത്. അങ്ങനെ അത് പിന്നെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നേ, അത് ഞാൻ ആദ്യം എടുക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കുറച്ചെടുത്ത് കഴിച്ചു നോക്കി, വലിയ കുഴപ്പമില്ല. അങ്ങനെ അമ്മയായിട്ടിരുന്ന് സംസാരിച്ച് കഴിക്കുകയാണ്. എനിക്കിങ്ങനെ ആരെങ്കിലും ഒരാളും കൂടി ഫുഡ് കഴിക്കുമ്പം കൂടെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മോനൊരു ശകലം ചോറെടുത്തിട്ട് മീനും കൂടി വെച്ച് കൊടുത്തേ. ആൾ കഴിക്കുകയൊന്നുമില്ല. 2-3 നമ്മളിരിക്കുമ്പം കൂടെ ഇരിക്കും, പിന്നെ ബാക്കി നമ്മൾ കൊടുക്കും. അങ്ങനെ പിന്നെന്താ, അങ്ങനെ നമ്മൾ കഥയൊക്കെ പറഞ്ഞ് ഇരുന്ന് കഴിക്കുകയാണ്. ചോറൊക്കെ ഉണ്ട്. ഇനി ആൾക്ക് കൊടുക്കണം, മോന് കൊടുക്കണം. അതാണൊരു ടാസ്ക് എന്ന് പറയുന്നത്. ചോറൊക്കെ എടുത്ത് എറിയും കേട്ടോ. ചില സമയത്ത് എൻ്റെ മുഖത്തൊക്കെ വന്നിരിക്കും. നമ്മൾ അടുത്തിരിക്കണമെങ്കിൽ തലയിലൊക്കെ മുടിയിലൊക്കെ ഇങ്ങനെ വെള്ളച്ചോറ് ഇങ്ങനെ ഇരിക്കും, പേൾസ് പോലെ ഇരിക്കും തലയിൽ. ഹസ്ബൻഡിൻ്റെ തലയിലൊക്കെ ഇരിക്കും. അങ്ങനെ എടുത്ത് എറിയും. ചില സമയത്ത് ചോറ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിലും കഴിക്കും, എടുത്ത് ബാക്കി എറിയുകയും ചെയ്യും കേട്ടോ. ഇങ്ങനെ ഏതെങ്കിലും കുട്ടികളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇങ്ങനെ ചോറ് വായിൽ വയ്ക്കും, കുറച്ചൊക്കെ അവൻ ഇങ്ങനെ തളിക്കുന്ന പോലെ ഇങ്ങനെ ചുച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എറിയും കേട്ടോ. ഇപ്പം തന്നെ അത് പിതുക്കി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിത് അറിയുന്നില്ല, ഇപ്പോഴേ പിതുക്കി തുടങ്ങി. നമ്മൾ ആ സംസാരത്തിൻ്റെ ഇതിലങ്ങനെ ആയിപ്പോയി കേട്ടോ. ഇപ്പം തന്നെ വെളിയിലോട്ടൊക്കെ എറിഞ്ഞു. ഭാഗ്യത്തിന് നമ്മുടെ തലയിലല്ല, പിതുക്കി മേളിലോട്ടൊക്കെ വെച്ച് ചോറ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോഴാണിത് ശ്രദ്ധിക്കുന്നത്. പിന്നെ നമ്മൾ ആ സംസാരത്തിൻ്റെ ആ ഒരു ഇതിലായതുകൊണ്ടേ അങ്ങനെ ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പൊക്കോ, കൈ കഴുകണമെന്ന് അവൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇറങ്ങിപ്പോവണം. അപ്പോൾ പിന്നെ വെള്ളം കുടിക്കുക. അപ്പോൾ എനിക്കിത് സമാധാനമില്ല. ഇപ്പോൾ ഞാൻ ഇപ്പോൾ എണീറ്റ് പോവും. എണീറ്റ് പോയിട്ട് ആളെ മാറ്റി വിടും. പിന്നെയും പോയി എവിടെയോ ഒരു നമ്മുടെ ജനലിൽ കയറി കേട്ടോ. അങ്ങനെ വലിഞ്ഞ് കയറി വീണ്ടും ഞാൻ പോയി മാറ്റുകയാണ്. പിന്നെ നമുക്ക് ഉണ്ണായിരിക്കുമ്പം വേറെ ഏതിലെങ്കിലും ആണ് അവൻ നിൽക്കണമെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ എണീറ്റ് പോകേണ്ടി വരും കേട്ടോ. അങ്ങനെ നമ്മൾ പായസത്തിന് ഏലക്കയൊക്കെ ആഡ് ചെയ്ത് തിരിച്ച് വന്നിട്ട് നമ്മൾ ചോറ് ഒക്കെ പെട്ടെന്ന് കഴിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ പായസത്തിന് ഏലക്ക ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ മധുരം നോക്കിയിട്ട് ഈ സമയത്ത് കുറച്ചും കൂടി മധുരം ഇടുന്നുണ്ട് കേട്ടോ. പാൽപ്പായസത്തിന് കുറച്ചും കൂടി മധുരം ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ
ഇത് വലിയ താമസമൊന്നും എടുത്തില്ല കേട്ടോ, പെട്ടെന്ന് റെഡിയായി. കുറച്ച് സമയം എടുത്തു, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഏത് ജോലിയും ചെയ്യുമ്പോൾ സമയം കുറച്ച് എടുക്കുമല്ലോ, എന്നാലും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ അല്പം പാലും കൂടി ഒഴിച്ച് പിന്നെ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത്, എന്നിട്ട് ഈ സമയത്തിന് നെയ്യാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകണം. നെയ്യ് വിട്ട് നമ്മൾ ഈ സമയത്ത് വേണമെങ്കിൽ ഒന്ന് പഞ്ചസാര മധുരം നോക്കണം കേട്ടോ. മധുരം ഇല്ലെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡൊന്നും ആഡ് ചെയ്തില്ല കേട്ടോ, അപ്പോൾ അല്ലാതെയാണ് ഷുഗർ മാത്രമേ ആഡ് ചെയ്യണുള്ളൂ. അപ്പോൾ നെയ്യ് ഒഴിച്ച്, എന്നിട്ട് നമ്മൾ കാഷ്യൂ നട്ട്സ് വറുത്ത് വെച്ചിരിക്കണം, അതും കൂടി ആഡ് ചെയ്യണം കേട്ടോ. ഈ കാഷ്യൂ നട്ട്സ് കൂടി ആഡ് ചെയ്ത്, നമ്മുടെ കയ്യിൽ മുന്തിരി ഇല്ലായിരുന്നു, കാഷ്യൂ നട്ട്സ് മാത്രമേ ഞാൻ ആഡ് ചെയ്യണുള്ളൂ. അപ്പോൾ അതും കൂടി ആക്കി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ടേസ്റ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. മധുരത്തിൻ്റെ ഇത് നോക്കുമ്പോഴേ നമ്മൾ ഷുഗർ വേണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണമല്ലോ, അപ്പോൾ അങ്ങനെ നോക്കി നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് മറ്റേ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതും കൂടി ഇടാം കേട്ടോ. സൂപ്പറായിട്ട് നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ്. ഞാൻ അല്പം ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റുമായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സ്വീറ്റ് ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ ഒരു പായസമൊക്കെ റെഡിയാക്കി നോക്കൂ, ഇഷ്ടപ്പെടും. അപ്പോൾ ലവ് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ ഗൈസ്. അപ്പോൾ എന്നും രാത്രിയുള്ള സംഭവമാണ് കേട്ടോ, ഇങ്ങനെ ആളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ, താങ്ക് യു.